ഹായ് ഗൈസ്, എല്ലാവർക്കും ഗായത്രി സ്പെഡിലേക്ക് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മുരിങ്ങയില മുട്ടത്തോരനാണ്. കുട്ടികൾക്കൊക്കെ മുരിങ്ങയില മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് മുട്ടയും കൂടെ ചേർത്ത് ചിക്കി തോരനാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഞാൻ പാത്രം അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് എണ്ണയൊന്ന് ചൂടായി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ചിക്കി പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ കടുക് ഇട്ട് കൊടുക്കാം. കടുകും ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പച്ച മണം മാറുന്നവരെ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉപ്പ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ രണ്ടിലും ഒരുപാട് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് കൂടിപ്പോകും ഉപ്പ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മാത്രമേ ഇതിനകത്തോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. മുരിങ്ങയിലേക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരേണ്ടതുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. തേങ്ങയുടെ പച്ച മണമൊക്കെ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട ചിക്കി പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. മുട്ടയും മുരിങ്ങയിലയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മുരിങ്ങയില തോരൻ ഓൾറെഡി നമുക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊച്ചുങ്ങൾ കഴിക്കുമത്. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.